തീരദേശത്തിന്റെ ഇടപെടലുള്ള രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഠിനക്കുളം പഞ്ചായത്തിലെ മരിയനാണ്, ഒരു ചെറിയ ഹാർബറാണ്. പക്ഷേ രാഷ്ട്രീയവും ഇടപെടക്കുന്ന ഒരു സമയമാണ്. കഠിനക്കുളം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ടേണായിട്ട് കിട്ടാത്ത മരിയനാണ്. പിടപെടയ്ക്കുന്ന ഒരു വാർഡിന് ഇത്തവണ പിടിച്ചെടുക്കാൻ നോർത്ത് വാർഡിൽ ദാസാണ് LDF നിയോഗിക്കുന്നത്. അപ്പോ ഒരു മരിയനാടിന്റെ രാഷ്ട്രീയം, കഠിനക്കുളം പഞ്ചായത്ത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ ഈ നോർത്തും സൗത്തും ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വിജയം അല്ലെങ്കിൽ പിടിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ വാർഡ് ഇടപെട വന്നത് LDFന് അനുകൂലമായ സാഹചര്യമാണ്. ഇതുവരെ പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മരിയനാടിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ 79 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ശ്രീധരൻ വൈദ്യരാണ് ഇവിടുന്ന് ജയിച്ചിട്ടുള്ളത്. അതറിയാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ 79 ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അന്ന് ഇവിടെ ജയിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ട് UDFന് കെട്ടിവെച്ച കാശ് കിട്ടാത്ത ചരിത്രമുണ്ട്. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജനറ്റ് വിക്ടർ എന്ന് പറയുന്നവർ ജയിച്ചു. അന്ന് UDFന്റെ സ്ഥാനാർത്ഥി ജയിൻ എന്ന് പറയുന്നത് യൗജിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവർക്കന്ന് കെട്ടിവെച്ച പൈസ കിട്ടിയിട്ടില്ല. UDFന്റെ കൈപ്പറ്റിയിൽ മത്സരിച്ചാണ് അവര്. അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഇത് മാറും എന്ന് പറയുന്നത് 1977 ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കാൻ മത്സരിച്ച് തോറ്റ ചരിത്രമുണ്ട് പാർലമെന്റിൽ. അത് ഇന്ദിരാഗാന്ധി മാത്രമാണ്. അതുകൊണ്ട് ഒന്നും ആരുടെ കുത്തകയല്ല. അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരേണ്ട ഒരു മേഖലയാണ്. സാധാരണക്കാരുടെ ജീവിതവുമായി ആ വാർഡ് പിടിച്ചെടുക്കാൻ ഇവിടെ ഇപ്പൊ ഈ നിൽക്കുന്ന ഈ ഷെഡ് ഇത് ഈ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി വന്നതാണ്. അത് തീരദേശ അതോറിറ്റിയുടെ ഇതിൽ നിന്നും ഫെലിക്സ് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ കൊണ്ടുവന്നതാണ്. ഈ തീരദേശ റോഡ് അതും ഈ ഫെലിക്സ് എന്ന് പറയുന്ന അയാളുടെ അറിവോടുകൂടി കൊണ്ടുവന്നതാണ്. ഇവിടെ പിന്നെ 3 തമിഴ് ഷെഡ് അത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ LDFന്റെ അത് അവരുടെ ശ്രമഫലമായിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വികസനം നടത്തിയെന്ന് എനിക്കൊന്നല്ല. ഈ വരെ കൊണ്ടുവന്നിട്ടുള്ള ഈ ലാൻഡിംഗ് സെന്റർ ഇതെല്ലാം വന്നിട്ടുള്ളത് LDFന്റെ ശ്രമഫലമായിട്ടാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരുത്തേണ്ടത് ഈ ഹാർബറിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ? ഇനി ഇവിടെ ഇപ്പോഴും ഇത്തരത്തിൽ ഇതുണ്ടെങ്കിലും ഇവിടെ ആൾക്കാരിന് ജോലി ചെയ്യാൻ, വെയിലാണെങ്കിലും മഴയാണെങ്കിലും നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇല്ല. മഴ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഈ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഷെഡ് വേണ്ടി വരും. അത് അത്യാവശ്യമാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത്. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞ കണക്ക് ഈ നോർത്ത് വാർഡിൽ ഒരു അംഗൻവാടി ഇല്ല, അംഗൻവാടിയുടെ ഒരു കെട്ടിടം ഇല്ല. അത് കൃത്യമായും അത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ളം ഒരു പ്രശ്നമാണ് ഇവിടെ ഈ തീരദേശ വാർഡുകളിൽ. ആ കുടിവെള്ളത്തിന്റെ ഇതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. മുടങ്ങാതെ വെള്ളം കിട്ടുന്നതിന് നിലവിൽ കുടിവെള്ള പ്രശ്നം ഇവിടെ വളരെ രൂക്ഷമാണ്. ഉണ്ട്. വേണ്ടത്ര മുൻ വാർഡ് മെമ്പർമാർ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഈ വാർഡിൽ മാത്രമല്ല, ഇത് തീരദേശത്ത് മൊത്തമുള്ള ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഇതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളും ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഈ നാട്ടിൽ ഗുണപ്രദമായി മാറിയിട്ടുണ്ട്. അതിപ്പം കണ്ണു തുറന്നു നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ വന്നിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് 35 വയസ്സിന് 60 വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിന്റെ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുവപ്പ് കാർഡും മഞ്ഞ കാർഡുമുള്ള വനിതകൾക്ക് അതിന്റെ അപേക്ഷകൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. എങ്ങനെയുണ്ട്? അത് മാത്രമല്ല, സർക്കാർ ഈ 10 വർഷവും ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. പ്രസ്താവനകാലം വലുതല്ലല്ലോ സൃഷ്ടി. സർക്കാരിന്റെ പരിപാടികൾ ഇവിടെ ജനങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്നു, അതല്ലേ ഉള്ളൂ. അല്ലാതെ സർക്കാരിന്റെ ഇതാണ്. ഈ തീരദേശ മേഖലയെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സർക്കാരിന്റെ നിന്ന് പരിഗണന ഉണ്ടായിട്ടുണ്ട്. സർക്കാർ
നേട്ടങ്ങളുണ്ട് സർക്കാരിന്റെ. ഇപ്പോഴത്തെ ഇതിനു മുമ്പ് ഒരു സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതിന്റെ ഫലമായിട്ട് ഇവിടെ വീടുകൾ വന്നിട്ടുണ്ട് കയറി കിടക്കാൻ. ഇപ്പോഴും ഒരു നിർദ്ദേശമുള്ളത് ഇവിടെ ഭൂമി പ്രശ്നമാണ്, വീടേക്ക് ഭൂമി. ഇപ്പൊ പഞ്ചായത്തിന്റെ ഇതിൽ ഭൂമി കണ്ടെത്തി ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കണം. അത് മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം. കാരണം ഒരുപാട് ദൂരെയുള്ളവർക്ക് അതിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ നിർദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ UDF-ന്റെ ഭരണാവസ്ഥ എന്തായിരുന്നു? ഇത് കഴിഞ്ഞ UDF-ന്റെ ഭരണം എന്ന് പറഞ്ഞാൽ അത് എനിക്കിപ്പോൾ അത് കൂടുതലൊന്നും അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം അവരെ അങ്ങനെ പറയത്തക്ക വികസനമൊന്നും ഒന്നും വന്നിട്ടില്ല. 5-6 റോഡും റോഡ് ഗ്രാമീണ റോഡുകൾ അവിടെ ഇവിടെ ഉണ്ട്. അത് കവിഞ്ഞ മറ്റൊന്നും വന്നിട്ടില്ല. ഇവിടെ ഈ മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ല. ഇത് ഈ ലോ മാസ് ലൈറ്റ്, മിനി മാസ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അതിപ്പം കത്താത്ത അവസ്ഥകളാണ്. അതൊരുപാട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഠിനംകുളത്തിന്റെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലവിൽ അവിടെ സിറ്റിംഗ് പഞ്ചായത്താണെങ്കിൽ പോലും അതിൽ ഈ നോർത്ത് നിന്നും സൗത്ത് നിന്നും ഓരോ വാർഡിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ കാണും. തീർച്ചയായും ഉണ്ടാകും. ജനങ്ങൾ കടുത്ത വികാരത്തിലാണ് ഇവിടുത്തെ. അങ്ങനെ ജനങ്ങൾ കടുത്ത വികാരത്തിലാണ് ഇവിടുത്തെ നേരത്തെ ജനങ്ങൾക്ക് മാറ്റി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയം ഉറപ്പാണ് നോർത്തിൽ. ഒരു സംശയമില്ല. LDF-ന്റെ ഭരണ നേട്ടങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് മരീനാട് നോർത്ത് സൗത്ത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചരിത്രം കൊണ്ട് അത് അടുത്ത് നിന്നിട്ടില്ലെങ്കിലും ഇക്കുറി അവിടെ മാറ്റം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ സർക്കാർ നടത്തിയിട്ടുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടത്തെ മുൻ വാർഡ് മെമ്പർമാരുടെയൊക്കെ വരുത്തിയ വീഴ്ചകളൊക്കെ അനുകൂല ഘടകമായി മാറും. അതുകൊണ്ട് ഇക്കുറി വിജയം ഉറപ്പെന്ന് നോർത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദാസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും.